ഞാൻ അനുരഞ്ജി സൈക്കാട്രിക് കൗൺസിലർ. ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ ക്യാരക്ടർ ഫോർമേഷന് ഗ്രാൻഡ് പേരൻസിന്റെ പങ്ക് എന്നതിനെ കുറിച്ചാണ്. നമ്മൾക്കറിയാം, നമ്മളുടെ കുട്ടികളുടെയൊക്കെ ക്യാരക്ടർ ഫോം ചെയ്തെടുക്കുന്നതിന് നമ്മൾക്ക് വളരെയേറെ പങ്കുണ്ട്, പേരൻസിനും അതുപോലെ ഗ്രാൻഡ് പേരൻസിനും. കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മൾക്ക് ദൈവം മനുഷ്യർ വിവേകം കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ക്യാരക്ടർ ഫോം ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഇപ്പം നമ്മൾ മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ബേസിക്കായിട്ട് ഒരു ക്യാരക്ടറാണുള്ളത് അല്ലേ. പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ നടക്കാൻ പഠിപ്പിക്കണം, സംസാരിക്കാൻ പഠിപ്പിക്കണം, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണം, എഴുതാൻ പഠിപ്പിക്കണം, വായിക്കാൻ പഠിപ്പിക്കണം എന്നിവയെല്ലാം നമ്മൾ നമ്മുടെ കുട്ടികളിൽ പഠിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് പേരൻസിന് അവരുടെ ക്യാരക്ടർ ഫോർമേറ്റ് ചെയ്തെടുക്കുന്നതിന് വളരെയേറെ പങ്കുണ്ട്. അപ്പം ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ കുട്ടികളിൽ ഇപ്പോൾ പഴയ പോലെ അല്ല. ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ഒരു മിംഗ്ലിങ് അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സഹകരണം വളരെയേറെ കുറവാണ്. ഫാമിലി ബോണ്ടിങ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ തരണം ചെയ്യുന്ന ഇപ്പോൾ കുട്ടികൾക്ക് അറിയില്ല. നമ്മളുടെയൊക്കെ ഒരു കാലത്ത്, എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മൾ അങ്ങനെ കൂടുതലും പഠിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കഥകൾ, അമ്മൂമ്മമാർ പറഞ്ഞു തന്ന കഥകളും കവിതകളും അവരുടെ ജീവിത പരിജ്ഞാനവും എല്ലാം മനസ്സിലാക്കിയാണ് നമ്മൾക്ക് ഓരോ പ്രതിസന്ധി വരുമ്പോഴും അതെങ്ങനെ തരണം ചെയ്യണമെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരം ഇപ്പോൾ വളരെയേറെ കുറഞ്ഞു പോയിരിക്കുന്നു. ഒന്നാമത് ന്യൂക്ലിയർ ഫാമിലി ആണ് ജോയിൻറ്റ് ഫാമിലിയിൽ നിന്ന് മാറി. പേരൻസിനാണെങ്കിലും സമയമില്ല കുട്ടികളെ ശ്രദ്ധിക്കാൻ, അവർക്ക് കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞു കൊടുക്കാനായിട്ട് സമയം കിട്ടാറില്ല. പക്ഷേ ഗ്രാൻഡ് പേരൻസ് അങ്ങനെയല്ല. അവരായിരിക്കും കൂടുതൽ സമയം കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കൊച്ചുമക്കളുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ഫോം ചെയ്തെടുക്കാൻ. അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തേതായിട്ട് പാസിംഗ് ഡൗൺ ഫാമിലി ട്രഡീഷൻ ആൻഡ് വാല്യൂസ്. നമ്മളുടെ കുടുംബത്തിലെ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു നൽകുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പരിജ്ഞാനം കൊണ്ടോ അല്ലെങ്കിൽ കഥകൾ വഴിയോ, പുരാണ കഥകളൊക്കെ ഉണ്ടല്ലോ, കുട്ടികൾക്ക് അത് പറഞ്ഞു വെറുതെ ഇരിക്കുന്ന സമയത്ത് കഥകൾ പറഞ്ഞു കൊടുക്കുക. രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ജീവിത അനുഭവങ്ങൾ, പൈതൃകങ്ങൾ, ആചാരങ്ങൾ എന്നിവയെല്ലാം കഥകളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളിലൂടെയൊക്കെ കുട്ടികൾക്ക് പകർന്നു നൽകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഗ്രാൻഡ് പാരൻസ് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ടി വിയിലും സീരിയലിലും, പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ അറിയുന്നില്ല, കുട്ടികളും ഈ സീരിയലും അതിനകത്ത് വരുന്ന നെഗറ്റീവായിട്ടുള്ള സംസാരവും പ്രവൃത്തിയും എല്ലാം കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ നമുക്കറിയാം, പല കുട്ടികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി നമ്മൾ ആലോചിക്കും, അത് അപ്പൂപ്പനെ ഇന്നലെ സീരിയൽ കണ്ടപ്പോൾ അതിനകത്ത് കേട്ടതാണെന്ന് പറയും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയമെങ്കിലും നിങ്ങൾ കുട്ടികളോട് ഫേസ് ടു ഫേസ് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും നമ്മുടെ കുട്ടികൾ കൈമാറുക ചെയ്യുന്നത് അല്ലേ, അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വേണം അത് കൈമാറാനായിട്ട്. അതിലൂടെ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു സ്വയംബോധവും അതുപോലെ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും അവർക്ക് അതിൽ നിന്ന് മനസ്സിലാവും. രണ്ടാമത്തേതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വൈകാരിക പിന്തുണയും സ്ഥിരതയും അവർക്ക് നൽകുക. ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്. കുട്ടികൾക്ക് ഇന്നിപ്പോൾ കേൾക്കാൻ സമയമില്ല പേരൻസിന്. അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർക്ക് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ച് കുട്ടികൾക്ക് വേണ്ട വൈകാരികമായിട്ടുള്ള പിന്തുണ നിങ്ങൾക്ക് നൽകാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച്, അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അവരുമായിട്ട് നല്ല ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നല്ല സ്നേഹം, അതുപോലെ സഹാനുഭൂതി ഒക്കെ അതുവഴി അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അനുഭവപ്പെടുന്ന മാനസിക സമ്മർദ്ദം അവർക്ക് ആരോടും പറയാനില്ല, കേൾക്കാൻ ആളില്ല. അതാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരുന്ന് ഈ സിനിമ കണ്ടും അതുപോലെ സീരിയൽ കണ്ടും മറ്റുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്നൊക്കെ മാറി കുട്ടികൾ പറയുന്ന കേൾക്കാൻ, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും അവർക്ക് ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു പിന്തുണ നൽകാനും ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും, പേരൻസിനേക്കാൾ കൂടുതൽ. അത് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും അവരിൽ. അടുത്തതായിട്ട് സെർവിങ് ആസ് എ റോൾ മോഡൽ ആൻഡ് മെന്റേഴ്സ്. നിങ്ങൾക്ക് അവരിൽ ഒരു ജ്ഞാനത്തിൻ്റെയും ജീവിതാനുഭവത്തിൻ്റെയും ഒരു തൂണുകളായിട്ട് മാറാനായിട്ട് സാധിക്കും.
ഇപ്പം നിങ്ങളുടെ വിലയേറിയ നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുള്ള മാതൃകപരമായിട്ടുള്ള നിങ്ങളുടെ അനുഭവം ജ്ഞാനം വഴി മാതൃകപരമായിട്ടുള്ള ഉപദേശങ്ങൾ അവർക്ക് നൽകാനും, അതുപോലെ തന്നെ അവരുടെ മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയിൽ കുട്ടികളുടെ ധാർമ്മികത വളർത്തിയെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പ്രതിരോധശേഷി, ദയ, സ്ഥിരോത്സാഹം, സഹാനുഭൂതി തുടങ്ങിയ സുപ്രധാന ജീവിത പാഠങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് നിങ്ങളെക്കാളും പറ്റുന്ന വേറെ ആരും ഉണ്ടാകില്ല. അപ്പം ഇതെല്ലാം നമ്മൾ കുടുംബത്തിൽ നിന്ന് വേണം കുട്ടികൾ പറഞ്ഞ് മനസ്സിലായി. ഇന്നിപ്പം പല കാര്യങ്ങളും നമ്മളൊക്കെ പണ്ട് പഠിച്ചത് എന്താ, ജീവിതത്തിൽ അനുഭവിച്ചാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ അറിഞ്ഞിരുന്നത് ഓരോ കാര്യം. ഇപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളില്ല കുട്ടികൾക്ക്. അവർ കൂടുതലും വീടുകളിൽ തന്നെയായിരിക്കും കഴിയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങളും അവർക്ക് നൽകാനായിട്ട് സാധിക്കും. അതുപോലെ അടുത്തതായിട്ട് ഇന്റർ ജനറേഷൻ ബോണ്ടിങ്. ഇപ്പോൾ നമ്മൾ കൊച്ചുമക്കളും മുത്തശ്ശിയും അല്ലെങ്കിൽ മുത്തശ്ശനും തമ്മിലുള്ള ഗ്രാൻഡ് പേരൻസ് തമ്മിലുള്ള ബന്ധം, അതുപോലെ പരസ്പര സ്നേഹവും ആദരവും വാത്സല്യവും ഒക്കെ കൂടി ഒരു ഗുണമേന്മയുള്ള സമയം അവർക്ക് നൽകാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മറ്റു കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം, റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാക്കാനും, ഇപ്പം മറ്റുള്ള കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ കൂട്ടിച്ചേർക്കാനും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും നിങ്ങൾക്ക് അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് അടുത്ത തലമുറകൾ തമ്മിലുള്ള ഒരു ബന്ധം, ഇന്റർ റിലേഷൻ ബോണ്ടിങ് വളർത്തിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. പിന്നെ മാർഗനിർദ്ദേശവും കാഴ്ചപ്പാടും അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. മുത്തശ്ശിമാരും അതുപോലെ ഗ്രാൻഡ് പേരൻസും അവരുടെ കൊച്ചുമക്കളും ജീവിതത്തിൽ സമ്പന്നമായ അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെയും വീക്ഷണം വാഗ്ദാനം നൽകാനും അവർ അനുഭവിച്ച്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ വെല്ലുവിളികൾ എങ്ങനെ തരണം ചെയ്യുന്നു അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനും, അതുപോലെ തന്നെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ വഴികളിലേക്ക് മാറാനും. അപ്പോൾ നമുക്കറിയാം, ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടികൾ തന്നെ ചിന്തിക്കാനും തന്നെ പ്രവർത്തിക്കാനും ഒക്കെ പഠിക്കണം. അതിന് നിങ്ങൾക്കൊരു പിന്തുണ നൽകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ള മാർഗനിർദ്ദേശം നൽകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ അടുത്തതായിട്ട് സ്വാതന്ത്ര്യവും സ്വയം സമയം, സെൽഫായിട്ടുള്ള ഒരു സമയം കണ്ടെത്താനും അവരെ പരിശീലിപ്പിക്കുക. അവരുടെ താല്പര്യത്തിനും കഴിവുകളും, ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞാൽ തന്നെ പേരൻസിനേക്കാളും കൂടുതൽ സമയം ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്തായിരിക്കും കുട്ടികൾ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ കഴിവുകൾ എന്താണ് എന്ന് സ്വയം കണ്ടെത്താനും അത് തിരിച്ചറിഞ്ഞ് അവർക്ക് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകാനും ഒക്കെ സാധിക്കും പേരൻസിനേക്കാളും കൂടുതൽ. പിന്നെ ആത്മവിശ്വാസം നൽകാനും, അതുവഴി അവർക്ക് ആത്മവിശ്വാസം നൽകാനും അവരുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവരെ ആ ഒരു ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് വിടാനും ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വളരെയേറെ പേരൻസിനേക്കാളും ഉപരി ഇപ്പോൾ ഗ്രാൻഡ് പേരൻസിന് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടുതൽ സമയം ടി വിയിലും മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഗ്രാൻഡ് പേരൻസിനെ നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടർ ഫോം ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുക. പേരൻസിനേക്കാൾ ഉപരി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ കൂടെ ആയിരിക്കും. ഇന്ന് മക്കൾക്ക് കൂടുതൽ മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ല കുട്ടികൾക്ക്. പണ്ട് അങ്ങനെയല്ല, നമ്മൾ ചെറുപ്പത്തിലെ തൊട്ട് നല്ല കഥകളും കുട്ടി കവിതകളും ഒക്കെ പറഞ്ഞ് നമ്മളെ മുഖത്ത് നോക്കി സംസാരിപ്പിച്ച് കഥകൾ പറഞ്ഞ് ഭക്ഷണം തന്ന് അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. പക്ഷേ ഇന്ന് അത് മാറി. കുട്ടികൾ ടി വിയിലേക്കും ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ഇപ്പോൾ ഇന്ന് അറിയത്തില്ല. അപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിൽ, നിങ്ങളൊരു ഗ്രാൻഡ് പേരൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കൊച്ചുമക്കളെ നല്ലൊരു ക്യാരക്ടറിലേക്ക് എത്തിക്കാനായിട്ട്. അതിന് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സഹായിക്കുക. കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല മാർഗനിർദ്ദേശം നൽകാനും അവർക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നൽകാനും ഇമോഷണൽ സപ്പോർട്ട് നൽകാനും അതുപോലെ നല്ല നല്ല അറിവുകൾ നൽകാനും അവരുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിയാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യമുണ്ട്, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ക്യാരക്ടർ ഫോം ചെയ്തെടുക്കുകയാണ്. അല്ലാതെ മറ്റുള്ള പക്ഷി മൃഗാദികളെ പോലെ തന്നെ സ്വയമേ
ഒരു ബേസിക് അവർക്ക് ഒരൊറ്റ ക്യാരക്ടറേ ഉള്ളൂ. പക്ഷെ നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾ നമ്മുടെ കുട്ടികളെ ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കുകയാണ്. അതിന് ഗ്രാൻഡ് പേരൻസിന് വളരെയേറെ നിങ്ങൾക്ക് കുട്ടികളെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.